ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റേരിയ. ഇന്നൊരു കുഞ്ഞു ഷോപ്പീസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒഴിഞ്ഞ മാച്ച് സ്റ്റിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഇനി വീഡിയോയിലേക്ക് പോവാം. ഇത് ഒഴിഞ്ഞ മാച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഗ്രീൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഹോട്ട് ഗ്ലൂ വെച്ച് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പോട്ടിലും ഫുള്ളായിട്ട് ഗ്രീൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കവർ ചെയ്യണം. രണ്ട് പാർട്ടും കൂടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. A4 ഷീറ്റിൽ ഞാനൊരു പേപ്പർ റോൾ ചെയ്തെടുക്കുകയാണ്. അതിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഒരു മരം ഉണ്ടാക്കിയെടുക്കാനാണ് പേപ്പർ റോൾ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് പൂ ഉണ്ടാക്കുന്ന കമ്പി ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിനൊന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത പാട്ട് ഇപ്പുറത്തെ വശത്ത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിനൊന്ന് ഗ്രീൻ കളർ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ഫുള്ളായി ഗ്രീൻ കളർ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. ഇത് ഫ്ലവർ പഞ്ചിങ് മെഷീനാണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ആ മരം ഒന്ന് തീപ്പെട്ടിയുടെ ഒരു വശത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഗ്രീൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ കുറച്ച് ഗ്രാസ് വെട്ടിയെടുക്കുകയാണ്. എന്നിട്ടത് ആ മരത്തിൻ്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പൂക്കൾ ഓരോന്നായിട്ട് ആ മരത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത് പേപ്പർ റോളിൽ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തെടുത്തതാണ്. ഇതിനൊന്ന് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് എംബ്രോയ്ഡറി ത്രെഡാണ്. ഇതിൽ ഒരു വശം ഞാൻ ആ പേപ്പർ റോളിലേക്ക് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് വേറൊരു വശം ആ മരത്തിൻ്റെ കൊമ്പിലേക്കും ചുറ്റിയിട്ട് കെട്ടിയിട്ടെടുക്കുകയാണ്. ഈ മരത്തിൽ ഊഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മുറിച്ച് വെച്ച ഗ്രാസ് സെക്കൻഡ് പാർട്ടിൻ്റെ ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് പിസ്ത ഷെല്ലാണ്. അതിലൊന്ന് റെഡ് കളർ പെയിൻറ് കൊടുക്കുകയാണ്. ഇയർബഡ്സ് ഹാഫ് ചെയ്തിട്ട് ആ പിസ്ത ഷെല്ലിൽ വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഇത് പേപ്പർ റോളാണ്. അതിനെ ഹാഫായി കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് രണ്ടും കൂടി ഒന്ന് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ടൊരു മഷ്റൂം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഇതുകൂടെ ആ സെക്കൻഡ് പാർട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് ഫ്ലവേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഇത് വീഴാതിരിക്കാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഞാൻ അതിൻ്റെ അകത്തിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ അടിപൊളി ഷോ പീസ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ കുഞ്ഞു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.